ഓരോ ആൾക്കാർക്ക് വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവർക്ക് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ഒരു സാമൂഹ്യ വേദിയെല്ലാം വരുന്ന സമയത്ത് അവിടെ എത്ര ഓഡിയൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ടോ എന്ന് മനസ്സിലാക്കി പെരുമാറുക. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമതേനിങ്ങനെ ഒരു പൊതുവേദിയിലുള്ള സമയത്ത് വയസ്സ് മൂർത്ത ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ ഒന്ന് മാന്യ രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ചോദിക്കുക, ഞാനിട്ട ഡ്രസ്സിന് എന്താണ് കുഴപ്പം തുടങ്ങാം. നന്നായി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിച്ചോട്ടെ. അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും വേണം. അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്. നിനക്ക് തന്നെ അറിയാലോ, നീ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു കുട്ടിയായിരുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് മീൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ വിറ്റ് ജോലി ചെയ്ത് വളർന്നു വന്നൊരു കുട്ടിയായിരുന്നു നീ. അതിൻ്റെ ഒരു സാമാന്യ ബോധം വെച്ചിട്ട് നിനക്ക് ഒരാളടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. പൊതു സമൂഹമാണ്. ആ സമൂഹത്തിന് തൃപ്തിയുള്ളതുപോലെ നിങ്ങൾ പരിമിതി ഉണ്ട്. ഹനാനെ ചൂണ്ടി തന്നെ ഹനാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, മീൻ വിട്ട് കടന്ന കുട്ടിയായിരുന്നു. സ്നേഹവും സമാധാനവും കുട്ടി വളരും തോറും ശരീരത്തിലെ തുണി കുറഞ്ഞു വരിക. അപകടം തന്നെ. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചെടുക്കുന്നത്? നീ വളർന്നു വന്ന കാഴ്ചപ്പാട് മനസ്സിലാക്കി പെരുമാറുകയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. എവിടുന്നല്ല കുറേ ആൾക്കാരുടെ സഹായം സാന്നിധ്യത്തിലൂടെയെല്ലാം നീ ഇപ്പോൾ ഒരുപാട് വലിയ നിലയിലെത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്ന് വളർന്നു വന്ന സാഹചര്യം ഒന്ന് മനസ്സിലാക്കി അതേപോലെ പെരുമാറാൻ പഠിക്കുക. അവർ എന്താണ് പറഞ്ഞത്? ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നീ അതിൽ അടിച്ചേൽപ്പിച്ചിട്ട് അയാളെ എത്രയോ നിന്നേക്കാട്ട് എത്ര ഒരുപാടുണ്ട മനുഷ്യരാണ് ആ വ്യക്തി. അതുമാത്രമല്ല, പൊതു സമൂഹ വേദിയിലാണ് നീ അങ്ങനെ സംസാരിച്ചത്. ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നാട്ടിൽ നടക്കുന്ന പല പല കോലാഹലങ്ങൾ നീ കേൾക്കുന്നുണ്ടാവില്ലേ? ഈ മെയിൻ കാര്യങ്ങൾ ഈ പീഡനങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒന്നാമത് ഡ്രസ്സിൻ്റെ കാര്യങ്ങളിലുള്ള ഒന്ന് നമുക്ക് പറയാം. ഒരു കാര്യങ്ങൾ ഡ്രസ്സിൻ്റെ ഇതിൽ തന്നെയാണ് നമുക്ക് പറയാം. കാരണം ഒരു വ്യക്തി കാണുന്നത് ആ പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൺകുട്ടി ഇടുന്ന ഡ്രസ്സ് അങ്ങനെ വെച്ചിട്ട് ഒരാളെ കാഴ്ചപ്പെടുത്താൻ പറ്റില്ല. എന്നാലും പറയാം, അവൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുന്നുണ്ട്, അവൾ എന്തായിരിക്കും അവിടെ ഇരുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെ ഒരുത്തിന് അവൻ്റെ മനസ്സിൽ ഒഴിയാതെ കാമ പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാവും. നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിനക്ക് ധരിക്കാം, അത് യുവർ ചോയ്സ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നീ തൂഫാൻ ഇറങ്ങുന്നതിനേക്കാട്ടും മുൻപിട്ട് ഈ കേരളം എങ്ങനെയായിരുന്നു?
ജോലിക്ക് വരുന്നു, അവളെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കുന്നു, പല സമൂഹ മാധ്യമങ്ങളും നിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നു, ഒരുപാട് സമൂഹ മാധ്യമങ്ങൾ വന്ന് നിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ആ സമയത്ത് നിനക്കൊരുപാട് ചാൻസുകളും ഓഫറുകളും എല്ലാം കിട്ടി, നീ നല്ലപോലെ പഠിച്ച് വലുതായി. ഇപ്പോൾ ആ വ്യക്തി ആ സദസ്സിൽ നിന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാളോട് പെരുമാറുന്നതിന് അതിൻ്റേതായ ശൈലിയുണ്ട്. അയാൾ പറഞ്ഞതിൽ ചില സമയത്ത് ചില കാര്യങ്ങളുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലൂടെ നീ ചിലപ്പോൾ കാറിലായിരിക്കും പോകുന്നുണ്ടാകുക. അതേപോലെ ആയിരിക്കില്ല നിന്നെ പോലത്തെ ഇടുന്ന ഡ്രസ്സ് ഇടുന്ന പല പെൺകുട്ടികളും പോകുന്നുണ്ടാകുക. ചില സമയങ്ങളിൽ ബസ്സിലിറങ്ങിയിട്ടും അല്ലെങ്കിൽ വേറെ വഴിയിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഓരോ കാമഭ്രാന്തന്മാർ ലഹരിയും മറ്റേതും അടിച്ചിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഡ്രസ്സ് ഇട്ടുന്ന പെൺകുട്ടികളെ കാറിൽ തിന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനുള്ള മറുപടി? അതുകൊണ്ടായിരിക്കും ചില സമയത്ത് നാം പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് ഈ തൂഫാൻ ലഹരി വേട്ട ഈ സമൂഹത്തിലൂടെ കാർ തിന്നുന്ന സമയത്ത് ഈ ലഹരി അടിച്ചിട്ട് ഈ കൂത്താടി നടക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നിന്നെ പോലെയുള്ള ഈ ഡ്രസ്സിട്ട കുട്ടിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. ചില സമയത്ത് നിന്നെ അവർ എന്ത് വേണമെങ്കിലും ചെയ്തു പോവാം. അതുകൊണ്ടായിരിക്കും ചില സമയത്ത് ആ വ്യക്തി അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവുക. അതൊന്ന് മനസ്സിലാക്കേണ്ട കഴിവ് നിൻ്റേതായിരുന്നു. ഓക്കെ.